ഇപ്പോൾ ഇൻഹൗസ് എന്തായാലും കൂടുതൽ പ്രോജക്ട്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. സിനിമയിലും സീരീസുമായിട്ടും OTT പ്ലാറ്റ്ഫോംസുമായിട്ടും ചെയ്യുന്നുണ്ട്. അപ്പം അതുമായിട്ട് അസോസിയേറ്റ് ഇവരുടെ എല്ലാം പേഴ്സണൽ കോളാണ്. നമുക്കൊരിക്കലും ഒരു ആളുടെ അടുത്തും പറയാൻ പറ്റില്ല നമ്മളോട് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതോ, അല്ലെങ്കിൽ അത് അവരുടെ കോളാണ്. പക്ഷേ ആസ് ലോങ് ആസ് ദെയർ വിത്ത് അസ് ഡെഫിനറ്റ്ലി നമ്മുടെ പ്രോജക്ട്സിൻ്റെ ഭാഗമായിട്ട് അവർ ഉണ്ടാവും. അതല്ല അവർ മൂവിങ് ഔട്ട് ആണെങ്കിൽ അവർക്ക് വേറെ ഓഫേഴ്സ് കിട്ടുമായിരിക്കും. അതിനൊരു നമ്മളൊരു ഗൈഡ് ലൈൻസ് ഒന്നും വെച്ചിട്ടൊന്നുമില്ല. അതിപ്പോഴും ഇല്ല. അത് അവരെല്ലാവരും നമ്മുടെ ഫാമിലിയായിട്ട് നിൽക്കുന്നുണ്ട്. ഏതായത് +2 നമുക്ക് ആക്ച്വലി നമ്മൾ ആക്ച്വലി അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് വന്നത്. പിന്നെ ഞങ്ങൾ ആക്ച്വലി ആ റിസോർട്ടിലൊരു 1 വീക്ക് ഞങ്ങളവിടെ ഹോൾഡ് ചെയ്തു. അതായത് ഇത് സിറ്റുവേഷൻ ബെറ്റർ ആവുമോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ ഞങ്ങളതൊരു 2 വീക്സ് അവിടെ റിസോർട്ടിൽ മാത്രമായിട്ട് ഷൂട്ട് ഏതാണ്ടൊരു ഹാഫ് ഓഫ് ദി എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവരുടെ ഏജ് റിവേഴ്സ് ചെയ്ത് ആ ഏജിലേക്ക് കൊണ്ടുപോകണം. അതാ പ്രശ്നം. അപ്പോൾ അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ചെയ്യാന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്കുള്ളൊരു ഡൗട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഡ്രോപ്പാണ്. കാരണം അവർക്ക് അവരുടെ എല്ലാവരും ഇവരെല്ലാം 2 ഇയേഴ്സ് ഓൾഡറായി. പിന്നെ ഇവരുടെ എല്ലാം ലുക്ക് മാറി. പിന്നെ അന്ന് സമയത്ത് അവർ ഒരു 3 മന്ത്സൊക്കെ ഡയറ്റൊക്കെ ചെയ്തിട്ടാണ് ഒരുപാട് മെലിഞ്ഞിട്ടൊക്കെയാണ് ആ +2 ലുക്കിലൊക്കെ വന്നത്. അപ്പോൾ നമ്മളത് തിരിച്ചു പോകണമെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രോജക്ട്സൊക്കെ നമ്മൾ ചിലപ്പോൾ ഹോൾഡ് ചെയ്യേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പം നമ്മൾ ചുമ്മാ വെറുതെ തമാശക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നത് പറയും നമുക്കത് എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറയും. പക്ഷേ പ്രാക്ടിക്കലി അത് എത്രമാത്രം അച്ചീവബിൾ ആവുമെന്ന് അറിയില്ല. നമുക്ക് ആക്ച്വലി ഒരു 10 മിനിറ്റ്സ് നമ്മൾ എഡിറ്റഡ് ആയിട്ടുള്ള ഹാഫ് ഓഫ് ദി എപ്പിസോഡ് ഉണ്ട്. ഞാൻ ഇടയ്ക്ക് ആലോചിച്ചു അത് റിലീസ് ചെയ്താൽ, പക്ഷേ ഇറ്റ് വിൽ ബി ഇൻകംപ്ലീറ്റ്. ബാക്കിയില്ലാതെ ആൾക്കാർക്ക് ഒരു ഐഡിയയും കിട്ടില്ല. അപ്പോൾ അത് ഞങ്ങൾ പിന്നെ ആലോചിച്ചത് വെറുതെ ആനിമേഷനായിട്ട് വല്ലതും കാണിച്ചാലോ എന്ന്. അല്ലാതെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് ചെയ്യും. അത് ആൾക്കാരത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്കൊരു കൺസേൺ. നമ്മളിപ്പം ബേസിക്കലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ പർട്ടിക്കുലർ പ്രോജക്റ്റിലാണ്, മൂവി പ്രോജക്റ്റിലാണ്. അത് കഴിഞ്ഞിട്ട് വി ഹാവ് അതർ പ്രോജക്ട്സ് പ്ലാൻഡ്. അപ്പോൾ അതും കൂടെ എന്താണ് അതിൻ്റെ ഒരു റിസപ്ഷൻ നോക്കിയിട്ടായിരിക്കും ബാക്കി മൂവിങ് ഹെഡ്. ഈ ഇയറിൽ എന്തായാലും നമ്മൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള. അതല്ലാതെ പാരലായിട്ട് വേറെയും പ്രോജക്ട്സ് ഡിസ്കഷനിലുണ്ട്. നിഖിൽ അധികം ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നത് ഒരു സംഭവം ഉണ്ട്. ഞാൻ ആക്ച്വലി ബിഹൈൻഡ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ കൂടുതലും ക്രിയേറ്റീവ് ആണ് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഈ ബ്രാൻഡിനെ മലയാളീസിൽ എല്ലാവർക്കും ഒരു പോപ്പുലർ ബ്രാൻഡായിട്ട് മാറ്റുക, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിൽ കേരളത്തിനെ റിപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിലും കരിക്കുലം ബിൽഡ് ചെയ്യുക, ആ ഒരു തോട്ട് പ്രോസസ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വേറെ ഒന്നിലേക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ആ തോട്ട് പ്രോസസ്സിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പം കൂടുതലും ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷനിലും ക്രിയേറ്റീവ് ഐഡിയോളജീസിലും മാത്രം. ഞാൻ അധികം വോക്കലല്ല. ഞാൻ വോക്കൽ ഇൻ ദ സെൻസ് ഞാൻ എൻ്റെ വർക്കിൽ ഞാൻ വോക്കലാണ്. പക്ഷേ പബ്ലിക് സ്പേസിലേക്ക് ഞാൻ അധികം വരാതെ നിൽക്കുന്ന ഒരാളാണ്. ഓരോരുത്തരും പതുക്കെ ജോയിൻ ചെയ്ത് വന്നു. അതെ അതെ. അല്ല ചാലഞ്ചസിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട്. പിന്നെ നമ്മൾ വന്നിരുന്ന ഫ്രഷേഴ്സിൻ്റെ ബേസിക് ക്യാരക്ടേഴ്സാണ് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്തത്. അതായത് അവരുടെ ബേസിക് ഇപ്പം ശംഭു എന്ന് പറയുന്ന ക്യാരക്ടർ, ആനന്ദ് ചെയ്യുന്നത് ശംഭു ബേസിക്കലി നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. അതാണ് ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അവരുടെ റിയൽ സെൽഫ് തന്നെ മാക്സിമം അതിൻ്റെ ആ ക്യാരക്ടേഴ്സ് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തപ്പോഴത്തേക്കാണ് പിന്നെ നമ്മൾ ബാക്കി വേറെ കണ്ടന്റുകളിൽ ഇവരെ വേറെ ക്യാരക്ടേഴ്സായിട്ട് ബിൽഡ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എന്ന് പറയുന്ന സാധനം ഒബ്വിയസ്ലി ഉണ്ട്. പക്ഷേ എന്നാലും നമുക്ക് അന്ന് ആ സമയത്ത് ലൂസ് ചെയ്യാനൊന്നുമില്ല, മനസ്സിലായില്ലേ. പിന്നെ റിസപ്ഷൻ ആൾക്കാരുടെ ഫീഡ്ബാക്ക് കിട്ടിയപ്പോഴേ കൂടുതൽ നമുക്ക് അതിൻ്റെ അകത്ത് കോൺഫിഡൻസ് വന്നു, അറ്റൻഷൻ വരുന്നു എന്നുള്ളത്. ആ സമയത്ത് ഇതൊരു ഭയങ്കര ഒരു
എക്സ്ട്രീം ഗ്രോത്ത് ഉള്ളൊരു സംഭവമായിരുന്നു. കാരണം ഡിജിറ്റൽ എന്ന് പറയുന്ന ആൾക്കാർ ആ സമയത്താണ് ജിയോ ഒക്കെ ആക്ച്വലി ഇവിടെ ആക്റ്റീവായി തുടങ്ങിയതും ഡിജിറ്റൽ കൺസംഷൻ തുടങ്ങിയത്, ഭയങ്കര ഒരു ബൂം വന്നതും അതെല്ലാം നമ്മളെ ഫേവർ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ഒരു കരിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ ഇത്രയും കിട്ടത്തില്ല. ആ ടൈമിങ് ആക്ച്വലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം അതേപോലെ നിങ്ങളുടെ ഈ ടീമിലെ ശരിക്കും ഏറ്റവും ബോയ്സ്ട്രസ് ആയിട്ടുള്ള ഏറ്റവും എന്താ പറയുന്നത് ഫൺ പേഴ്സൺ എല്ലാവരും ഒരുപോലെ. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ലൗഡായിട്ടുള്ള ആൾക്കാരില്ല, എപ്പോഴും ഒരു ഈ പൊട്ടിത്തെറി അങ്ങനത്തെ ഒരു ഫൺ എല്ലാവരും ഒരുപോലെ. നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ പിക്ക് ഔട്ട് ചെയ്യാനായിട്ട് ആരുമില്ല. എല്ലാവരും ഒരുപോലെ തന്നെ കൗണ്ടർ ചെയ്യും, ഹ്യൂമർ പറയുന്ന ആൾക്കാർ. നമ്മൾ കണ്ടന്റിനെക്കാട്ടിയും കൂടുതൽ വെറുതെ ഇരുന്ന് സംസാരിക്കുമ്പോഴേ കൂടുതൽ ചിരിക്കാറുള്ളത്. അപ്പോൾ അത് നമുക്കൊരിക്കലും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പക്ഷെ അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും ഒരുമിച്ചും നമ്മൾ ഡേ ടു ഡേ ബേസിസ് എല്ലാവരും ഒരുമിച്ച് കാണുകയും താമസിക്കുകയും ഇവരെല്ലാവരും ഇവർ താമസിക്കുന്ന സ്ഥലത്തും ഞാൻ താമസിച്ച സ്ഥലത്തും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പോയി നിന്ന് സംസാരിക്കുന്നതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഡെയിലി നമുക്കൊരു ഓഫീസ് സ്പേസ് ഉണ്ട്. പക്ഷേ ഓഫീസ് സ്പേസിൽ ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ ഏജൻസി വർക്കാണ് കൂടുതൽ നടക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഈ പറയുന്ന മൂവ് അറൗണ്ട് ചെയ്യുന്ന സ്പേസുകളിൽ ഡിസ്കഷനും ഒക്കെ ഇരിക്കുന്ന സമയത്തുള്ള സംസാരമാണ് ആക്ച്വലി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കോൺവെർസേഷൻ നമ്മളെ ഭയങ്കരമായിട്ട് ഹ്യൂമറിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അവിടെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ കണ്ടന്റിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആക്ച്വലി ഇവിടെ നമ്മുടെ സ്റ്റാഫിന് താമസിക്കാൻ ഒരു സ്പേസ് ഉണ്ട്. അപ്പം അവിടെ മീറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതല്ലാതെ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലും ബാക്കി ജീവനൊക്കെ ഇവിടെ കൊച്ചി തന്നെ. അപ്പം ജീവൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ മീറ്റ് ചെയ്യാറുണ്ട്. എല്ലാവരും അങ്ങോട്ടും മൂവ് ചെയ്ത് തന്നെ മീറ്റ് ചെയ്യുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ട്രാവൽ ചെയ്യാറുണ്ട്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡിസ്കഷനൊക്കെ കുറച്ച് പീസ് കിട്ടാൻ വേണ്ടി എവിടെയെങ്കിലും ട്രാവൽ ചെയ്ത് അവിടെ പോയിരുന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ നമ്മളധികം വിസിബിൾ അല്ല ഈ പറയുന്ന പ്രോസസ്സിലൊന്നും, സോഷ്യൽ മീഡിയയിലൊന്നും. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്കും വലിയ ഐഡിയ ഉണ്ടാവില്ല എന്താ സംഭവിക്കുന്നത് ബിഹൈൻഡ് ദ ക്യാമറ. അതെ അതെ. മേ ബി ആഫ്റ്റർ ദ മൂവി കുറച്ചുകൂടെ പബ്ലിക് സ്പേസിലേക്ക് വരാമെന്നുള്ള ഒരു ഐഡിയ ആണ് നമ്മുടെ ടാലൻറ്റ് ബേസിക്കലി. ബാക്കിയുള്ള ആൾക്കാരെ ഡയറക്റ്റ് ചെയ്യും, ബാക്കി കോൺട്രിബ്യൂട്ട് ചെയ്തതിൽ ഞെട്ടിച്ചെന്തെങ്കിലും സംഭവം ഉണ്ടോ? പ്രതീക്ഷിച്ചതിലും ഭയങ്കര സംഭവമായി തോന്നി? അങ്ങനെയില്ല. കാരണം എന്താണെന്ന് അറിയാം, ഇത് ഞാനതാ പറഞ്ഞത്, നമുക്ക് ഒരു കണ്ടന്റ് ചെയ്തപ്പോൾ ഇന്നയാളാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. ആരുടെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആ സ്പോട്ടിൽ ചിലപ്പോൾ ഒരാൾ പറഞ്ഞിട്ടുണ്ടാവാം. അത് പിൻ പോയിന്റ് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, ചിലത് ഓർമ്മയുണ്ട് ഇന്നയാൾ പറഞ്ഞതായിട്ട്. പക്ഷെ അല്ലാതെ എല്ലാത്തിനും ഒരു കളക്റ്റീവ് കോൺട്രിബ്യൂഷൻ ആണ് ആക്ച്വലി ഈ പ്രോസസ്സ്. അപ്പോൾ ആ കളക്റ്റീവ് കോൺട്രിബ്യൂഷൻ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ, ഒരാളെന്നുള്ള രീതിയിൽ. പക്ഷെ എല്ലാം ഒരു കളക്റ്റീവ് എഫേർട്ടിൽ തന്നെ പോകുന്നു. പിന്നെ ഞാൻ ബേസിക്കലി ഞാൻ ചെയ്തിട്ടുള്ള കണ്ടന്റുകളിൽ ബേസിക് ഒരു ത്രെഡ് ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. ഞാൻ ആ ത്രെഡ് എടുത്തിട്ട് ഇവരെടുത്തിരുന്ന് ഡിസ്കസ് ചെയ്യണം. അപ്പോൾ ആ പ്രോസസ്സിൽ ഇവർ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യും, മനസ്സിലായില്ല. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതല്ലാതെ അവർ തന്നെ ഡെവലപ്പ് ചെയ്യുന്ന ത്രെഡുകളുണ്ട്. ഇപ്പോൾ ഉൽക്കയൊക്കെ കംപ്ലീറ്റ്ലി അവർ ഡെവലപ്പ് ചെയ്ത. അപ്പം അത് എനിക്ക് ആ സമയത്ത് എനിക്ക് പാർട്ടാവാൻ പറ്റാത്തൊരു ഞാൻ പേഴ്സണൽ റീസൺ കാരണം. അപ്പോൾ അത് കംപ്ലീറ്റ്ലി അവർ തന്നെ എഡിറ്റ് ചെയ്ത് കൊണ്ടുവന്നൊരു സാധനം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു പ്രോസസ്സ്. ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു എപ്പിസോഡ് റിലീസ് ആയിട്ട് അത് ഗ്രോ ചെയ്തു, എക്സ്പെക്ടേഷനിലും വലുതായിട്ട് ഗ്രോ ചെയ്തു, ഓഡിയൻസ് റിയാക്ഷൻസ് ഒക്കെ എക്സ്പെക്ടേഷനിലും വലുതായിട്ട് ഗ്രോ ചെയ്തത് എനിക്ക് തോന്നുന്നു തിരുവോണം നന്നായിട്ട് ഗ്രോ ചെയ്തായിരുന്നു. എക്സ്പെക്ട് ചെയ്തതാണെന്ന് ചോദിച്ചാൽ എക്സ്പെക്ട് ചെയ്തതാണ്, പക്ഷേ അത്രയും ഗ്രോ ചെയ്യുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല ആ സമയത്ത്. അത് തിരുവോണത്തിനാണ് റിലീസ് ചെയ്തത്, അതൊരു ഫാക്ടുണ്ട്. പക്ഷേ എന്നാലും അത്രയും ഗ്രോത്ത് ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ റിപ്പറും നമുക്ക് നല്ല ഗ്രോത്ത് ആ സമയത്ത് കിട്ടിയായിരുന്നു. ഏറ്റവും പോപ്പുലറായത് എനിക്ക് തോന്നുന്നു അറേഞ്ച്മെൻറ്റ് കല്യാണമാണെന്ന് തോന്നുന്നു ആ സമയത്ത് പോപ്പുലാരിറ്റിയിൽ ഇതിൽ. പിന്നെ ഉൽക്കയും നമുക്ക് നല്ല പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു ആ സമയത്ത്. കാരണം കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത
അപ്പോൾ ആ കോവിഡ് ലിമിറ്റേഷൻസിലും ആ സമയത്ത് ആ സ്ഥലങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഗ്രോത്ത് വൈസ് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു. ഈ ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ് നമുക്ക് ഓണമായിരുന്നു, തിരുവോണമായിരുന്നു ഏറ്റവും നമ്പേഴ്സിൽ ഏറ്റവും നമുക്ക് കിട്ടിയത് ഇൻ ടേംസ് ഓഫ് ഗ്രോത്ത്. എനിക്കൊന്ന് 4 million ഇൻ 1 day എന്തോ ആ സമയത്ത് ക്രോസ് ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഓർമ്മ. ഇപ്പം ഈ കുറേ ആയി തിരുവോണത്തിൻ്റെ കാര്യമൊക്കെ ഈ മീംസ് ഒരു ഐ തിങ്ക് ഒരു ഗുഡ് വേ ഓഫ് മാർക്കറ്റിംഗ് കൂടെ മാറിയിട്ടുണ്ടോ? ഇപ്പം എനിക്ക് കുറേ പേര് ഇപ്പം നിങ്ങളുടെ പല ക്യാരക്ടേഴ്സും മീംസിൽ യൂസ് ഇടുന്നുണ്ട്. ചിലത് പുതിയത് ഇറങ്ങിയിട്ട് ആൾക്കാർ അത് കണ്ടിട്ട് പോയി ഷോ കണ്ട്. നമ്മുടെ ആ സമയത്ത് ഒരുപാട് നമ്മുടെ ക്യാരക്ടേഴ്സിന് യൂസ് ചെയ്തിട്ട് മീംസ് ഇപ്പോൾ ഈവൻ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ്സിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ പോപ്പുലാരിറ്റി ആക്ച്വലി നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം കണ്ടന്റിനെ നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ആൾക്കാർ അത് പോപ്പുലറൈസ് ചെയ്യുമ്പോഴത്തേക്ക് അതല്ല നമ്മൾ മീമിന് വേണ്ടി ഒരു സാധനം ആലോചിച്ചിട്ടും ഇല്ല. അത് വളരെ നാച്ചുറലായിട്ട് വന്നിട്ടുള്ളത്. അപ്പം അല്ലാതെ ആ മീമിന് വേണ്ടിയായിട്ടൊരു ഇപ്പോൾ അമ്മാവൻ്റെ ക്യാരക്ടർ അതൊന്നും നമ്മൾ ഡെലിബറേറ്റ്ലി ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ അത് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര നാച്ചുറലി അതായിരുന്നു ഏറ്റവും കുക്കിംഗ്. അതെ, ആ പ്രോസസ്സിലുണ്ടായ സാധനം. അപ്പം ബേസിക്കലി ആ ക്യാരക്ടർ നമ്മൾ ഒരു ഇറിറ്റേറ്റിംഗ് അമ്മാവൻ എന്നുള്ളതായിരുന്നു. അത് പിന്നെ അവിടെ മാമനോടം തോന്നില്ല എന്നുള്ള സാധനം ആ സ്പോട്ടിൽ വന്നതാണ് ആക്ച്വലി ഹെൽപ്പ് ചെയ്തത് ആ കണ്ടന്റിൽ പർട്ടിക്കുലർലി. തിരുവോണത്തിൽ ചില പാട്ടുകൾ മാവേലിട അത് എനിക്ക് തോന്നുന്നു ആ പാരഡിയുടെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ അനുവിൻ്റെ കോൺട്രിബ്യൂഷന് അത് പാട്ടിൻ്റെ സജഷൻസ് എല്ലാവരും കൂടെ കൊടുത്തതെന്ന് തോന്നുന്നു, ഓർമ്മയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു പാടിയത് അനുവാണ് പാടിയത്. എനിക്കതാ ഞാൻ പറഞ്ഞത്, ഇന്ന സാധനം ആരാണെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരില്ല. ഇതൊരു കളക്റ്റീവ് ഡിസ്കഷനിൽ ഇരിക്കുന്നതുകൊണ്ട് ഒരാൾ വന്നിട്ട് പറയുന്നതല്ല നമുക്കിങ്ങനെ ചെയ്താലെന്നുള്ളതല്ല. അപ്പോൾ ഒരാൾ പറയുമ്പോഴത്തേക്ക് മറ്റേ പറയും, അടുത്തയാൾ പറയും. ഇതൊരു കളക്റ്റീവ് കോൺട്രിബ്യൂഷനായിട്ട് ഇത് ഔട്ട്പുട്ട് വരുത്തുള്ളൂ. അപ്പോൾ ചിലപ്പം വന്നേ എന്നുള്ള ആ പാട്ടിൻ്റെ റെഫറൻസ് ഒരാൾ പറഞ്ഞിട്ടുണ്ടാവും. ഈ വന്നേന്ന് ലിറിക്സ് കൊടുത്തത് അനുവായിരിക്കും. മനസ്സിലായി? അതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. ഒരുപാട് അതെ. അല്ല, നമ്മൾ അങ്ങനെ ഞാൻ പാരഡി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ 2 വീഡിയോയിൽ ആക്ച്വലി പാരഡി യൂസ് ചെയ്തിട്ടുള്ളൂ. ഒന്ന് മറ്റേ ക്രിസ്മസിൻ്റെ പാട്ടും പിന്നെ ഈ തിരുവോണത്തിൻ്റെ. അത് രണ്ടും മാത്രമേ നമ്മളങ്ങനെ അതൊരു ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി മാത്രം, അത് ഹ്യൂമറാക്കാൻ വേണ്ടി ആലോചിച്ചല്ല ചെയ്തത്. അതല്ലാതെ വേറെ ഒന്നിലും വന്നിട്ടില്ല. പാരഡി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഭയങ്കര ഹിറ്റായത്, ഭയങ്കര ഹിറ്റ്. ഈ ഹിറ്റാവുന്ന നമ്മൾ പ്രതീക്ഷ ചെയ്യുന്നതല്ല കേട്ടോ. അത് ചിലതൊക്കെ നമ്മൾ ഹിറ്റാവുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ട്, പോയി ചിലപ്പോൾ ഹിറ്റായിട്ടില്ല. മനസ്സിലായി? അത് ഡെലിബറേറ്റഡായിട്ടുള്ളൊരു അറ്റംപ്റ്റേ അല്ല. ബേസിക്കലി നമ്മൾ ഈ കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള ആസ്പെക്റ്റിലാണ് എല്ലാവരും അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ കരിക്കസ് ബേസിക്കലി ഡിജിറ്റൽ കമ്പനി അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, 360 ഡിഗ്രിയിൽ ഡിജിറ്റൽ ബിസിനസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. പുറത്തെ ആൾക്കാർ ഹ്യൂമർ കണ്ടന്റ് വെച്ചിട്ടാണ് കരിക്കിനെ അറിയാവുന്നത്. പക്ഷേ അപ്പോൾ എല്ലാവരും ഈ കോമഡി ഉണ്ടാക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കണ്ടന്റ് ക്രിയേറ്റർ അങ്ങനെ അല്ല. ആക്ച്വലി ഇതൊരു കമ്പനിയാണ്, ഓർഗനൈസ്ഡ് കമ്പനിയാണ്. ഇതിൽ നമ്മൾ ആക്ച്വലി ഈ പറയുന്ന പല കൈൻഡ് ഓഫ് ഡിജിറ്റൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ ഇൻ ഫ്യൂച്ചർ അതൊരു പ്രൊഡക്ഷൻ സ്റ്റുഡിയോ, അത് നമ്മുടെ ഒരു പാർട്ട്, ഒരു വേർട്ടിക്കൽ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ആയിട്ടും വർക്ക് ചെയ്യും. ക്രിയേറ്റിംഗ് കോണ്ടന്റ് ഫോർ OTT പ്ലാറ്റ്ഫോംസ് ആൻഡ് തിയേറ്റേഴ്സ്. അപ്പോൾ അതാണ് ബേസിക് ഐഡിയ. അപ്പോൾ ഞാനിത് പറയാൻ കഴിയുമെന്ന് വെച്ചാൽ ആ ഒരു പെർസെപ്ഷൻ പലർക്കും അറിയില്ല. അത് ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നൊരു കമ്പനിയായിട്ട് പലരും കരുതുന്നുണ്ട്. അത് ഇങ്ങനൊരു സ്പേസിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നതെന്നുള്ളത് പലർക്കും അറിയില്ല. വരുന്നുണ്ട്. പക്ഷേ അതെ, വളരെ കുറച്ച് ആൾക്കാർക്ക് അറിയാം. പതുക്കെ അത് ആൾക്കാരിലേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നു. ബിസിനസ് മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ വേർട്ടിക്കലിനും ഓരോ റെഫറൻസ് പറയാം. ഇപ്പോൾ കരിക്കെന്ന് പറയുമ്പോഴത്തേക്ക് കുഡ് ബി കമ്പയർഡ് ടു TVF ഓർ ഫിൽറ്റർ കോപ്പി. പക്ഷേ അതേസമയം നമ്മുടെ ഡിജിറ്റൽ ബിസിനസ് ചെയ്യുന്ന വേറെ ഏജൻസീസ് ഉണ്ട്.
ഫ്യൂസ് പോലെ. അതുപോലെ പ്രൊഡക്ഷൻ ഹൗസ് എന്ന് പറയുമ്പോഴും ദർ ആർ അതർ പ്രൊഡക്ഷൻ സ്റ്റുഡിയോസ്. അപ്പോൾ അതെല്ലാം ഓരോന്നിനും ഓരോ റെഫറൻസ്. പക്ഷേ ഇൻ കളക്ടിവിറ്റീസ് എ പ്ലാറ്റ്ഫോം. പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ എനിക്ക് ഒരു കമ്പയർ ചെയ്യാനായിട്ടൊരു കമ്പനി ഇല്ല ഇപ്പോൾ. അത് ഇതെല്ലാത്തിൻ്റെ ഒരു കളക്റ്റീവ് ഇതായിട്ടേ നമുക്കിത് സ്പേസ് കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഇതെല്ലാം ചെയ്യുന്നൊരു കമ്പനിയായിട്ട് എനിക്ക് ഫെമിലിയർ അല്ല ഡിജിറ്റൽ ബിസിനസ്സിൻ്റെ എല്ലാ വേർട്ടിക്കൽസും. കാരണം നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടന്റ് ക്രിയേഷൻ നമ്മൾ ആദ്യം ചെയ്തത് പല കമ്പനീസ്. അപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ ഓൾറെഡി ചെയ്തതുകൊണ്ട് നമുക്കൊരു വലിയ ക്രൗഡ് ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അറൗണ്ട് ഒരു 8.8 മില്യൺ ഓൺ സിംഗിൾ ചാനൽ. ടോട്ടൽ നമുക്കൊരു 14 മില്യൺ പല ചാനൽസിലായിട്ടുണ്ട്. അപ്പോൾ ആ 14 മില്യൺ ആൾക്കാർ നമ്മുടെ കൂടെയുള്ളത് നമുക്കൊരു അഡ്വാൻറ്റേജ്. സോ വാട്ട് എവർ വി ക്രിയേറ്റ് വി ക്യാൻ പുട്ട് ഇറ്റ് അക്രോസ് ദീസ് പീപ്പിൾ. ഒരു യൂസർ ബേസ് ഉണ്ട്. അപ്പോൾ യൂസർ ബേസിലേക്ക് നമുക്ക് ഏത് പ്രോജക്റ്റ് ചെയ്താലും അവരെ ഇൻഫോം ചെയ്യാനുള്ളൊരു ക്രൗഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് ഏത് പ്ലാറ്റ്ഫോമിലാണെങ്കിലും, ഇപ്പോൾ OTT ആണെങ്കിലും തിയേറ്ററിലാണെങ്കിലും നമുക്കിങ്ങനൊരു പ്രോജക്റ്റ് ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം വരുന്നുണ്ടെന്നുള്ളത് ആൾക്കാരെ ഇൻഫോം ചെയ്യാൻ എളുപ്പം. പ്രൊഡക്ഷൻ സ്റ്റഡീസ് നേരെ ഓപ്പോസിറ്റായിട്ടാണ് ചെയ്യുന്നത്. അവർ ആദ്യം മൂവീസ് പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ ദേ തിങ്ക് അബൌട്ട് ദ മാർക്കറ്റിംഗ്. സോ വി ഹാവ് എ മാർക്കറ്റിംഗ് സ്പേസ് ആൻഡ് ദെൻ വി ആർ പ്ലാനിങ് ടു ക്രിയേറ്റ് മൂവീസ് ആൻഡ് വെബ് സീരീസ്. നമുക്ക് ആ ഡേറ്റ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് കൂടുതലും 18 to 40 ബ്രാക്കറ്റാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പക്ഷേ എന്നാലും നമുക്ക് ലോവർ ബ്രാക്കറ്റ്സും ഹയർ ബ്രാക്കറ്റ്സും ഉണ്ട്. അതൊരു അഡ്വാൻറ്റേജ്. അത് ചില ചാൻസിന് ഉണ്ടാവാറില്ല. കാരണം 3 വയസ്സുള്ള കുട്ടികൾ മുതൽ കരിക്കിൻ്റെ ഫാൻസാണ്. അതേപോലെ 80+ ആയിട്ടുള്ള ആൾക്കാരും കരിക്കിൻ്റെ ഫാൻസാണ്. അപ്പോൾ ആ 2 ഏജ് ബ്രാക്കറ്റും നമുക്ക് ആക്ച്വലി അഡ്വാൻറ്റേജ് ആണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ ഓഡിയൻസ് ബിഹേവിയറും പിന്നെ കോവിഡൊക്കെ ശേഷം ഇപ്പോൾ ഉള്ള ഓഡിയൻസ് ബിഹേവിയറും എസ്പെഷ്യലി OTT മറ്റ് കണ്ടന്റ് പ്ലാറ്റ്ഫോംസും വളരെ മാറിയിട്ടുണ്ട്. എക്സ്പെക്ടേഷൻസ് മാറിയിട്ടുണ്ട്. ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് യൂട്യൂബിൻ്റെ കൺസംഷൻ കൂടുതലും വ്ളോഗ്സിലേക്ക് മാറി കോവിഡിന് ശേഷം. കോവിഡിന് മുമ്പേ ആൾക്കാർ കൂടുതലും ഫിക്ഷൽ കണ്ടന്റുകൾ കാണുന്നുണ്ടായിരുന്നു. ആ സ്പേസിൽ നിന്ന് മാറിയിട്ട് ഇപ്പം വ്ളോഗ്സിലേക്ക് ആൾക്കാർ കൂടുതൽ കൺസംഷൻ കൂടുതലായിട്ട് ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ആ സമയത്തും വ്ളോഗേഴ്സിന് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു ആ സമയത്ത്, അവരുടെ വീടുകളിലും അവരുടെ ചെറിയ സ്പേസുകളിലും. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു റീച്ചബിലിറ്റി കൂടുതൽ ആ സമയത്ത് കിട്ടി. അത് അവരുടെ സബ്സ്ക്രൈബേഴ്സ് ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അത് അവർക്ക് ഇവിടെ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രം മതി. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഫിക്ഷണൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിലേക്ക് കിട്ടുന്നില്ല എനിക്ക് തോന്നുന്നു. അതപ്പോൾ അവരോട് ഇപ്പോൾ കമ്പയർ ചെയ്യല്ല, പക്ഷെ എന്നാലും നമ്മുടെ നമ്പേഴ്സ് കൂട്ടിയില്ലെങ്കിൽ മേ ബി ഫിക്ഷണൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിലേക്ക് ആൾക്കാരിലേക്ക് എത്തുന്നത് കുറയും കണ്ടന്റ്. മനസ്സിലായില്ല? ആ വീഡിയോ റെക്കമെൻഡഡ് ആയിട്ടോ നിങ്ങളുടെ ഫീഡിൽ വരുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ സജഷൻ ലിസ്റ്റിൽ വരുന്നതോ കുറയാൻ ചാൻസ് ഉണ്ട്, അൺലെസ് വി ഡോണ്ട് ഡു റെഗുലർ വീഡിയോസ്. അപ്പോൾ അതൊരു ചെറിയൊരു ത്രെട്ടാണ്. അല്ലെങ്കിൽ ട്രെൻഡിങ് ലിസ്റ്റിൽ വരണം, അല്ലെങ്കിൽ അത്രയും പോപ്പുലർ ആയിരിക്കണം. ഒരുപാട് ആൾക്കാർ കോവിഡിന് ശേഷം ഒരുപാട് ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കരിക്കിൻ്റെ ചില വീഡിയോസ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചാനൽസിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ല, മിസ്സായി പോയിട്ടുണ്ട്, അയ്യോ അത് ഇറങ്ങിയോ, അങ്ങനെയൊക്കെയുള്ള കോൺവെർസേഷൻ വരുന്ന ഓൺലി ബിക്കോസ് ആ അൽഗോരിതം ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വ്ളോഗേഴ്സിലേക്ക് ഒരുപാട് പോകുന്നുണ്ട്. അപ്പം അത് എനിക്ക് തോന്നുന്നൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട് കോവിഡിന് ശേഷം. ഹ്യൂമർ സെൻസ് എനിക്ക് മാറിയതായിട്ട് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഹ്യൂമർ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നതിന് ഡിഫറൻസ് വരുത്തുന്നതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് തോന്നുന്നു വരുന്ന കണ്ടൻറ്റുകൾ ആൾക്കാർക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മനസ്സിലായില്ലേ? അത് ഭയങ്കരമായിട്ട് ആൾക്കാർക്ക് ആ സ്കെയർസിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര ഹ്യൂമറായിട്ടുള്ള കണ്ടൻറ്റുകൾ ഇപ്പോൾ വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഫിക്ഷണൽ കണ്ടൻറ്റ് ഇറങ്ങുന്നതുകൊണ്ടായിരിക്കാം കുറേ കൂടെ ഹ്യൂമറസ് ആയിട്ടുള്ള കണ്ടന്റുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കുറച്ച് സ്കേഴ്സിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്പർ ഓഫ് കണ്ടന്റ് ഇറങ്ങുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ജഡ്ജ്മെൻ്റ് ഉള്ളൂ. ഇപ്പോൾ മൂവിയുടെ ബിഹേവിയർ അല്ല, മൂവി കാണുന്ന ആളല്ല ഡിജിറ്റലിൽ കാണുന്നത്. അപ്പോൾ ഡിജിറ്റലിലെ കൺസ്യൂമർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ്. അപ്പോൾ അവർ ഹ്യൂമർ കൺസ്യൂം ചെയ്യുന്നതും തിയേറ്ററിൽ പോയി കൺസ്യൂം ചെയ്യുന്നതും ഭയങ്കര ഡിഫറെൻ്റ്. കാരണം ഇതെന്ന് പറയുന്നത് ഈസിലി അവൈലബിൾ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നൊരു കണ്ടന്റ്. മൂവിയിലാകുമ്പോഴത്തേക്ക് കുറേ കൂടെ ആൾക്കാർ ജഡ്ജ്മെൻ്റല്ല. അപ്പോൾ അവരെ കുറച്ചുകൂടെ ചിരിപ്പിച്ചാലേ അവർ ചിരിക്കത്തുള്ളൂ, ബിക്കോസ് ദേ ആർ സ്പെൻഡിങ് മണി ആൻഡ് ഗോയിങ് ടു എ തിയേറ്റർ. ഇതാകുമ്പോഴത്തേക്ക് കുറേ കൂടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം പക്ഷേ എന്നാൽ പോലും നമ്പേഴ്സ് വളരെ കുറവാണ്, നമ്പർ ഓഫ് കണ്ടന്റ് ഇറങ്ങുന്നു. അതുകൊണ്ട് അതിനൊരു ജഡ്ജ്മെൻറ്റ് കിട്ടുന്നില്ല. മനസ്സിലായില്ല? അതെ അതെ അതെ. എല്ലാവരും പറയുന്നത് ഫ്രസ്ട്രേഷനാണ്. അടുത്ത എപ്പിസോഡ് വരാൻ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം തിങ് ആണ്. അതായത് നമ്മൾ ആ പ്രോസസ്സ് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നില്ല. അതായത് നമുക്കൊരു വീഡിയോ ഇറക്കണം, നമുക്ക് എങ്ങനെയെങ്കിലും ഇറക്കണം,
എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം എനിക്ക് 3 വീഡിയോസ് ഇറക്കാൻ വേണമെങ്കിൽ ആ 3 വീഡിയോസ് ഇറക്കുന്നത് ആക്ച്വലി എനിക്ക് റവന്യൂ ബേസിസിന് നല്ലതാണ്. പക്ഷെ ആ കൊടുക്കുന്നത് ചിലപ്പോൾ ബ്രാൻഡിനെ ചിലപ്പം ബാക്ക് ഫയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ബ്രാൻഡിനെ പ്രിസർവ് ചെയ്യുക, ബ്രാൻഡ് കുറച്ച് ടൈം എടുത്താൽ പോലും വൃത്തിയായിട്ട് കണ്ടന്റ് ചെയ്യാന്നുള്ളൊരു ഐഡിയയിലാണ്, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു ഐഡിയയിലാണ്. അപ്പോൾ അതൊരു ഹൈജീൻ സ്പേസ് ആയിട്ട് നിൽക്കുക എന്നുള്ള ഐഡിയയിലാണ് നമ്മൾ വളരെ കുറച്ച് കണ്ടന്റ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഹ്യൂമർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഈസി. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറേ ടൈം എടുക്കും. അപ്പോൾ അതിനാണ് നമുക്ക് ഈ സമയം കുറച്ച് എടുക്കുന്നത്. അതല്ലാത്ത നമ്മൾ പാരലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലിക്കിലൊക്കെ കണ്ടന്റ് നമ്മൾ പുഷ് ചെയ്യുന്നതുകൊണ്ട്, അപ്പം മൾട്ടി ജോണറായിട്ടുള്ള വേറെ കോണ്ടന്റ് അവിടെ പുഷ് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ ഇൻ ഫ്യൂച്ചർ നമുക്ക് എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഭയങ്കര ഹ്യൂമറസ് അല്ലെങ്കിൽ പോലും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ നമുക്ക് ഇനി പുഷ് ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ട്. ഇവിടെ ഒരുപാട് ജോണേഴ്സ് ആൾക്കാർ ഇനിയും കാണാത്ത കുറേ കണ്ടന്റുകൾ കൈൻഡ് ഓഫ് ജോണേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ആൾക്കാർക്കൊരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതും കൂടെ ഒരു ഐഡിയ ഉണ്ട്. അപ്പം സിനിമയിൽ മാത്രമല്ല, നമുക്ക് ഡിജിറ്റലിലും അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം പല പല ഫോർമാറ്റ് കോണ്ടന്റും പല പല ടെംപ്ലേറ്റ്സും ഒക്കെ സിനിമയിൽ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ അത് യൂട്യൂബിൽ നമുക്ക് വേണമെങ്കിൽ പുഷ് ചെയ്യാവുന്നതാണ്. പക്ഷെ അത് ആൾക്കാർക്ക് അവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ അവിടെ കൂടുതൽ ബ്രാൻഡിങ് വരണം. ഈ പറയുന്ന പോലെ യൂട്യൂബ് അതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ അതെല്ലാം എക്സിസ്റ്റൻസിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ മാത്രമേ ഇവിടെ ക്രിയേറ്റേഴ്സ് യൂട്യൂബ് സ്പേസിൽ നിൽക്കത്തുള്ളൂ. അങ്ങനെ ആലോചിച്ചിട്ട് അങ്ങനെ ചെയ്യണമെന്നല്ല. നമുക്ക് ഡെഫിനറ്റ്ലി നമ്മുടെ ഇപ്പോൾ ഐഡിയയിൽ ഒരു നല്ലൊരു ഫോക്ലോർ സബ്ജക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് ആൾക്കാരധികം ഫെമിലിയർ അല്ല. അപ്പം അത് ഒരു ആർട്ട് ഫോമിനെ കുറിച്ചാണ്. അപ്പം അതൊക്കെ ആക്ച്വലി ആൾക്കാർക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും. മനസ്സിലായില്ല, ഞാൻ ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ആർട്ട് ഫോമിനെ കുറിച്ചൊരു, അപ്പോൾ അത് ആൾക്കാർക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അപ്പം അത് കംപ്ലീറ്റ്ലി ഹ്യൂമറിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊരു ഫാൻറ്റസി പ്ലസ് റിയലിസം ഉള്ളൊരു സബ്ജക്റ്റ്. അപ്പം അതൊക്കെ നമുക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള സ്പേസും കൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഇപ്പോൾ യൂട്യൂബിൽ നമുക്കത് പ്രാക്ടിക്കലാകണമെങ്കിൽ വി നീഡ് സപ്പോർട്ട് ഫ്രം ദ ബ്രാൻഡ്സ്, വി നീഡ് സപ്പോർട്ട് ഫ്രം യൂട്യൂബ്. അല്ലെങ്കിൽ വിൽ ഹാവ് ടു ഗോ ടു സം അതർ പ്ലാറ്റ്ഫോം ആൻഡ് പിച്ച് ഇറ്റ്. OTT പോയിട്ട് അത് പിച്ച് ചെയ്ത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ യൂട്യൂബിലെ കൺസ്യൂമേഴ്സിനാണ് അത് ലോസ്. ദേ ഹാവ് ടു ഗോ ആൻഡ് പേ ഓൺ ആൻ OTT പ്ലാറ്റ്ഫോം അത് കാണണമെങ്കിൽ. അപ്പോൾ ഇവിടെയും നമുക്ക് ആ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവിടെ കൂടുതൽ ക്രിയേറ്റേഴ്സ് വരും, കൂടുതൽ കണ്ടന്റ് ഉണ്ടാവും. ഈ കൺസംഷൻ പറയുമ്പോഴാണ് അവിടെ ഇപ്പം ഈ 2 മില്യൺ കിട്ടുന്ന വീഡിയോയും 10 മില്യൺ കിട്ടുന്ന വീഡിയോയുടെ യൂട്യൂബ് റവന്യൂ ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. അപ്പോൾ ആൾക്കാരും കൂടെ അത് കൺസ്യൂം ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ ആൾക്കാർ ഇവിടെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ യൂട്യൂബിൽ. യൂട്യൂബിനെ പോലെ ഒരു വലിയ OTT പ്ലാറ്റ്ഫോം ഇല്ല, മനസ്സിലായില്ലേ? കാരണം എവിടെ ഉള്ള ആൾക്കാർക്ക് അത് കാണാൻ പറ്റും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ പോലും OTTയിൽ ഇടുന്നതിനെക്കാട്ടി റീച്ചബിലിറ്റി ഇവിടെ കിട്ടും. അൺലെസ് ഓർ അൺടിൽ ഇവിടെ ആൾക്കാർ അത് കൺസ്യൂം ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ. ഇപ്പോൾ ഒരു വെബ് സീരീസ് 6 പാർട്ട് വെബ് സീരീസ് യൂട്യൂബിൽ നല്ലപോലെ ആൾക്കാർ കൺസ്യൂം ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രാൻഡിങ് പോലും വേണ്ട, ഒരു 6 മില്യൺ ആവറേജ് വ്യൂസ് കിട്ടുകയാണെങ്കിൽ ഈസിലി നമുക്ക് പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഒരു 6 മില്യൺ ആണ് ആവറേജ് ഒരു എപ്പിസോഡ് കിട്ടണം. അപ്പോൾ ആൾക്കാർ ആ കൺസംഷൻ നേച്ചർ കുറച്ച് കൂട്ടിയാൽ മാത്രമേ അവിടെ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ അതൊക്കെ എല്ലാ ക്രിയേറ്റേഴ്സും വേറെ പ്ലാറ്റ്ഫോംസിലേക്ക് പോകും. എനിക്ക് ഡയറക്ഷൻ സ്വപ്നമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാനിപ്പം ആലോചിക്കുന്നൊരു സിനിമ ഉണ്ടല്ലോ, ആ സിനിമ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ട്. അത് ഞാൻ ഡയറക്റ്റ് ചെയ്യണമെന്നുള്ള നിർബന്ധമല്ല. അത് ഞാൻ എന്താണോ കാണുന്നത് അത് എനിക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണമെന്നുള്ള തോട്ടില്ല. അത് നാളെ ഞാൻ ചിലപ്പോൾ ഡയറക്ഷൻ ചെയ്യണമെന്നുമില്ല, മനസ്സിലായില്ല. അപ്പോൾ ഫസ്റ്റ് പ്രോജക്റ്റ് നമുക്ക് ക്രിട്ടിക്കലുമാണ്. ഫസ്റ്റ് പ്രോജക്റ്റ് ഈ പറയുന്ന എല്ലാ ഫാക്ടേഴ്സും കൂടെ ഇപ്പം എന്താണ് നമ്മൾ വിഷൻ ചെയ്യുന്നത് എല്ലാം കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ വേറൊരാൾ ഡിപ്പെൻഡ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറ്റില്ലെങ്കിലോ എന്നുള്ള തോട്ടിലാണ് ഞാൻ അത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഇൻ ഫ്യൂച്ചർ നമ്മുടെ ടാലൻ്റ് ആയിരിക്കാം, പുറത്തുനിന്നുള്ള ഡയറക്ടേഴ്സ് ആയിരിക്കും, വേറെയും പ്രോജക്ട്സ് ചെയ്യണമെന്നുള്ള പ്ലാനില്ല. പണ്ട് വരെ മൂവി പ്രോജക്റ്റ് എന്തായാലും നമ്മുടെ പാർട്ട് ഓഫ് ദ ഈ ടൈം ലൈനിലുണ്ട്. കാരണം തിയേറ്ററിൽ വരുന്ന കൺസ്യൂമേഴ്സും വേറൊരു ഓഡിയൻസ്, ഡിജിറ്റൽ ഓഡിയൻസ് അല്ല. അപ്പോൾ അവരിലും കൂടെ എത്തിപ്പെട്ടാൽ മാത്രമേ, പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ബാക്കിയുള്ള നമ്മുടെ ബിസിനസ് കോൺവെർസേഷൻ ഇപ്പോൾ OTT പ്ലാറ്റ്ഫോംസ് ആയിട്ടാണെങ്കിലോ അല്ലെങ്കിൽ വേറെ പ്രൊഡക്ഷൻ ഹൗസിലായിട്ടാണെങ്കിലോ അവിടെ നമ്മൾ മൂവി സ്പേസിൽ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഡിഫറെൻറ്റ്. നമ്മൾ യൂട്യൂബിൽ ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്ററായിട്ട് മാത്രമല്ല അവിടെ കാണുന്നത്, നമ്മളൊരു മൂവി പ്രോജക്റ്റും കൂടെ ചെയ്തൊരു കണ്ടന്റ് ക്രിയേറ്ററായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി നമ്മുടെ ബയോഡേറ്റയിലും നമുക്ക് ഹെൽപ്ഫുള്ള്. അതുകൊണ്ടാണ് ആക്ച്വലി മൂവി പ്രോജക്റ്റ് എന്നുള്ളൊരു പ്ലാനിലേക്ക് വന്നത്.
അപ്പോൾ നേരത്തെ ആ പ്ലാനിലുണ്ടായിരുന്നു, അത് തേരാപ്പാര എന്നുള്ള രീതിയിൽ നമ്മൾ അനൗൺസ് ചെയ്ത്. പക്ഷെ അത് അതിൻ്റെ അകത്തും ഈ പറയുന്ന ടൈം ലൈൻ ഫാക്ടർ വന്നുകൊണ്ട് കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തായാലും അത് പ്രാക്ടിക്കലി ഒരു 21 നമ്മളത് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തത്. അതിൻ്റെ സ്റ്റോറിയും എല്ലാം പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ അതിനി ചിലപ്പോൾ പ്രാക്ടിക്കലാവില്ല. ഇല്ല, അത് ആ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ബിൽഡ് ചെയ്ത്. അപ്പോൾ വേറെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ട് ആ പേര് വിളിച്ച് ചിലപ്പോൾ ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ എഫക്റ്റീവ് ആവില്ല. ഞാൻ എല്ലാ കൈൻഡ് ഓഫ് മൂവീസും വെബ് സീരീസുകളും മ്യൂസിക്കും എല്ലാം ആ കണ്ടന്റ് എന്ന് പറയുന്ന സാധനത്തിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പം നമ്മൾ പഠിക്കുന്നത് ജോബിന് വേണ്ടി എന്നുള്ളൊരു പ്രോസസ്സിലാണ് പോയിരുന്നത്. പക്ഷെ ഏറ്റവും ഹെൽപ്ഫുൾ ആയതെന്ന് പറയുന്നത് നമ്മൾ പോയത് തന്നെ ടെലിവിഷൻ ഇൻഡസ്ട്രിയിലേക്ക്. അപ്പോൾ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻക്ലൈൻഡ് ആയത് ആ ക്രിയേറ്റീവ് സ്പേസിലുള്ള കണ്ടന്റിനെ കുറിച്ച് അറിയാനും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആ പ്രോസസ്സിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റും പ്രോഗ്രാം ഡയറക്ടേഴ്സുമായിട്ടൊക്കെയാണ്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും എന്താണ് ഇവരുടെ തോട്ട് പ്രോസസ്സ് എന്നുള്ളത്. അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈവൻ FM റേഡിയോസ് എല്ലാവരുടെയും ഡിഫറെൻറ്റ് തോട്ട് പ്രോസസ്സ്. അപ്പം ആ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചാണ് ആക്ച്വലി നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാമറ പഠിച്ച് വന്നാണ് ചെയ്തത്. അതെ അതെ. ഞാൻ ആക്ച്വലി വീഡിയോ ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ പണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. പക്ഷേ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടേ ഇല്ല. എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് കണ്ട് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ പിന്നെ ഇത് നമുക്ക് ബേസിക്കലി അറിയണമെന്ന് വെച്ചാൽ ഇപ്പോൾ ബേസിക്കലി ഒരു നോർമൽ വീഡിയോഗ്രാഫറിന് അറിയാം ഫോക്കസ് ചെയ്യുന്നതും നമ്മളത് ഓട്ടോമാറ്റിക്കലി കയ്യിൽ വരണം ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യത്തെ സമയത്തൊക്കെ ഭയങ്കര സ്ട്രഗിളായിരുന്നു. അങ്ങനെ ഒരു പ്രയർ എക്സ്പീരിയൻസ് ഇല്ലാത്ത ജോബ് ക്വിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് വരാൻ നോർമലി ആൾക്കാർ പോലും അത് അല്ല, എനിക്ക് ഫാമിലി സപ്പോർട്ട് വലിയൊരു ഫാക്ടറാണ്. എൻ്റെ വൈഫ് ആ സമയത്ത് വർക്കിംഗ് ആയിരുന്നു. പക്ഷെ അത് കൂടാതെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആ എടുക്കുന്ന റിസ്ക് വലിയൊരു ഫാക്ടറാണ്. അത് ആ റിസ്ക് ഫാക്ടറിലാണ് ആ പ്രോസസ്സ് വർക്ക് ചെയ്തത്. ഞാൻ അന്നും ടെൻഷൻ അടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ പ്രോസസ്സ് നടക്കില്ല. പിന്നെ ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നത് സക്സസ് ആവുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. സക്സസ് ആവുമെന്ന് ഒട്ടും വിചാരിച്ചിട്ടില്ല. പക്ഷേ ആ സമയത്ത് നമ്മളെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യുന്നത് നമ്മുടെ പാഷന്. ആ പാഷൻ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്തിട്ടൊരു 6 months കഴിയുമ്പോഴത്തേക്ക് പാഷൻ റിയലിസ്റ്റിക് ആയി അല്ലെങ്കിൽ റിയാലിറ്റി ആയി എന്നുള്ളത് നമ്മൾ അറിയുമ്പോഴത്തേക്ക് പിന്നെ കൂടുതൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നും. ഐ മീൻ ഇൻ ദ ടേംസ് ഓഫ് നമ്മുടെ എനർജി അത് ഇൻവെസ്റ്റ് ചെയ്ത് ഗ്രോ ചെയ്താണ് ഒരു പോയിന്റിലെത്തുന്നത്. ഓക്കെ, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയി എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടില്ല. ആ റിസ്ക് എടുക്കുക എന്നുള്ളൊരു പോയിന്റ് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. റിസ്ക് എടുക്കുക. പിന്നെ ഞാൻ എനിക്ക് കുറച്ച് സേവിങ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്തതിൻ്റെ ഒരു സേവിങ്സ് ഉണ്ടായിരുന്നു. അതൊരു ബാക്കപ്പാണ്. ആ ബാക്കപ്പ് ഇല്ലെങ്കിൽ മേ ബി ഐ ഗോ ബാക്ക് ആൻഡ് വർക്ക് അഗെയിൻ. അത്ര ഞാൻ ചിന്തിച്ചുള്ളൂ. എനിക്ക് എന്തായാലും ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം ഒരു 1 year കഴിഞ്ഞിട്ട് എനിക്ക് ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഐ ഗോ ബാക്ക് ആൻഡ് വർക്ക് അഗെയിൻ. ഇപ്പം എനിക്ക് മീഡിയ ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ധൈര്യം മനസ്സിലുണ്ട്. പക്ഷെ എന്നാലും പോസിറ്റീവ്ലി ഇറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റി. നിങ്ങളുടെ കണ്ടന്റുകൾ ഈ ഭയങ്കര പൊളിറ്റിക്കലി, അതായത് നിങ്ങളുടെ കോമഡി ഒക്കെ ഭയങ്കര പൊളിറ്റിക്കലി കറക്റ്റ് ആണ്. അല്ലേ അത് നിങ്ങൾ മനഃപൂർവ്വമായിട്ട് കൃത്യമാക്കണം. അതെ അതെ അതെ. അത് ഒന്ന് നമ്മളൊരാളെ ഇൻസൾട്ട് ചെയ്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹ്യൂമർ എന്തായാലും അത് ലോങ് ലാസ്റ്റിംഗ് അല്ല. അപ്പം ഒരു പർട്ടിക്കുലർ പാർട്ട് ഓഫ് ദ പീപ്പിളിനെ മാത്രം നമ്മൾ സന്തോഷിപ്പിക്കാതെ മാത്രമേ അതിൽ നിന്ന് കിട്ടത്തുള്ളൂ. അത് ഭയങ്കര ഡെലിബറേറ്റ്. നമ്മൾ ഒരു ഹ്യൂമർ പറയുമ്പോൾ തന്നെ ഒരു 4-5 പേര് അവിടെ ഇരുന്നിട്ട് അയ്യോ അത് വേണ്ടെന്ന് പറയും. അപ്പോൾ തന്നെ അതങ്ങ് കട്ട് ഓഫ് ചെയ്യും. അപ്പോൾ ആ ഡിസ്കഷൻ നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 6 പേരിന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ 4 പേരിന്ന് ഡിസ്കസ് ചെയ്യുമ്പോഴോ അപ്പം തന്നെ ക്രിട്ടിക്സ് അവിടെ തന്നെ ബിൽഡ് ആവും. അപ്പോൾ ആ ക്രിറ്റിസിസം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് ചോപ്പ് ഓഫ് ചെയ്ത് കളയും. പിന്നെ അത് ഇതിലേക്ക് വരില്ല, കണ്ടന്റിലേക്ക് വരത്തില്ല. അപ്പോൾ ഞാൻ പറയണമെന്നില്ല. ഞാനിപ്പോൾ ഒരു ഐഡിയ പറഞ്ഞാലും വേറൊരാൾക്ക് അവിടെ നിന്ന് പറയാം. അത് അവിടെ ഒരുപാട് സിനിമാ നടന്മാരല്ലേ മുമ്പ് കാര്യമായിട്ട് കോമഡി ചെയ്തിരുന്ന അവരുടെയൊക്കെ പ്രധാന പ്രശ്നമാണ്, അതായത് ഇപ്പോഴത്തെ സിനിമയിൽ കോമഡി ഇല്ല. അതായത് ഇപ്പൊ പറയുന്നൊന്നും കോമഡി അല്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സുകാർ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഇതില് കോമഡി ശരിയാവുന്നില്ല അല്ലെങ്കിൽ അതിനുവേണ്ടി അതിനെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അത് ആരെയും ഹേർട്ട് ചെയ്യാതെ നമുക്ക് അല്ലെങ്കിൽ ആരെയും ഒന്നും ബയാസ്ഡ് ആവാതെ നമുക്ക് ഹ്യൂമർ ബിൽഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സോഫാർ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിരുന്നത്.
അതിലേക്ക് പോവാതെ തന്നെ നമുക്ക് ആൾക്കാരെ ചിരിപ്പിക്കാൻ പറ്റുമെന്നുള്ളത്. അതെനിക്ക് തോന്നുന്നു അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ ഒരു സ്കെയർസിറ്റി കൊണ്ട് നമ്മൾ ഒരിക്കലും അതിലേക്ക് പോവില്ല. യൂത്ത് ഓറിയന്റഡ് കണ്ടന്റ് ആണെങ്കിലും എല്ലാ ജോക്സും വളരെ എന്താ പറയാ സഭ്യമായ ജോക്സ് ആണ്. യൂത്ത് ആർ നോട്ട് യൂഷ്വലി ലൈക്ക് ദാറ്റ്. ഞാൻ പറയുന്നത് നമുക്ക് റിലേറ്റബിൾ ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വേറൊരാൾ സംസാരിക്കുന്നത് ഇൻ റിയൽ ലൈഫിൽ അതുപോലെ നമുക്കെടുത്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങളുടെ കണ്ടന്റ് കാണുന്നത് 3 വയസ്സുള്ള കുട്ടി മുതൽ മേ ബി ഏറ്റവും ഓൾഡായിട്ടുള്ള വീട്ടിലെ ഗ്രാൻഡ് പാരൻസ് വരെ കാണുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം അത് കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെ ഈ 2 ഏജ് ബ്രാക്കറ്റിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓൺലി ബിക്കോസ് അതിൻ്റെ അകത്ത് അവരെ പ്യുവറായിട്ട് ഹ്യൂമർ ബിൽഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ പ്യുവറായിട്ടുള്ള ഹ്യൂമർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഹ്യൂമർ പറയുമ്പോൾ 3 പേര് അതിനെ എതിർക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് വർക്കിംഗ് എന്ന്. അപ്പോൾ ആ പ്രോസസ്സിനെയാണ് എനിക്ക് തോന്നുന്നത് അത് ഹെൽപ്പ് ചെയ്യുന്നത്. ആ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് ഈ വളരെ സഭ്യമായിട്ടുള്ള ഹ്യൂമർ വരുന്നത്. അല്ലെങ്കിൽ ആ പ്രോസസ്സ് ചിലപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒറ്റയ്ക്കിരുന്ന് എഴുതിയോ അല്ലെങ്കിൽ വേറൊരാൾ ഒറ്റയ്ക്കിരുന്ന് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് ആ തോട്ട് പ്രോസസ്സ് വരണമെന്നില്ല. ആ ഇപ്പുറത്ത് 3 പേരിരുന്ന് അത് ക്രിട്ടിക്സ് അല്ലെങ്കിൽ അതിനെ എതിർക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് ആ പ്രോസസ്സ് നന്നായിട്ട് വരുന്നത്. കൂടുതൽ വിമൻ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ അങ്ങനെ വേണം എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ? സജഷൻസ് വന്നിട്ടുണ്ടോ? ആക്ടേഴ്സ് അല്ല, ആക്ടേഴ്സ് ആണെങ്കിലും അല്ല നമുക്ക് ആക്ച്വലി ഇപ്പോൾ നമ്മുടെ ഓഫീസ് സ്റ്റാഫ്, അതായത് ബിഹൈൻഡ് ദ ക്യാമറ ഫീമെയിൽ ആൾക്കാരുണ്ട്, അത് സ്റ്റാഫുണ്ട്. നമ്മൾ ആക്ടേഴ്സായിട്ട് നമ്മൾ ആക്ച്വലി ഓൺ ബോർഡായിട്ട് ആരുമില്ല, പക്ഷേ നമ്മൾ ഓൺ കോൾ ബേസിസിലാണ് വർക്ക് ചെയ്യുന്നത്. ഓൺ ബോർഡായിട്ട് എടുക്കാത്തതിന് ഒരു പർട്ടിക്കുലർ റീസൺ ഒന്നുമില്ല. പക്ഷെ നമുക്ക് ഓൺ ബോർഡായിട്ട് വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ ഓൺ ബോർഡ് കൊണ്ടുവരിക തന്നെ ചെയ്യും. നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു സ്പേസിൽ ഓൺ ബോർഡ് ഇവരെ നിർത്തുന്നതിന് ഒരു റീസൺ ഉണ്ട്. അതായത് ബിക്കോസ് ഇവരെല്ലാവരും അവരവരുടെ ജോബ് റിസൈൻ ചെയ്ത് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരു മന്ത്ലി ഇൻകം കൊടുക്കണമെന്നുള്ള പർപ്പസിലാണ് നമ്മൾ ഓൺ ബോർഡ് കൊണ്ടുവന്നത്. അപ്പോൾ ആ പ്രോസസ്സിൻ്റെ ഭാഗത്തിൽ ഇവർ നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സായിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ ഇൻ ഫ്യൂച്ചർ ഡെഫിനറ്റ്ലി നമ്മൾ ഓൺ ബോർഡ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്ലാൻ. അതിനും വില്ലിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആരെയും ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. അവർ വില്ലിംഗ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നമ്മൾ കൊണ്ടുവരാമെന്ന് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് നമ്മൾ ഓൺ കോൾ വിളിച്ചവർക്ക് തന്നെ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഇമീഡിയറ്റ്ലി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അർഷയൊക്കെ ആവറേജ് അമ്പിളി കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി ഷീ ഗോട്ട് ആൻ മൂവി ഓഫർ മുകുന്ദൻ. അപ്പം അങ്ങനെയൊക്കെ പോയ ഒരു സിറ്റുവേഷനിൽ വി കാൺ പുൾ ദം ബാക്ക് ആൻഡ് പുട്ട് ഇറ്റ് ഓൺ ബോർഡ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കേസസേ ഉള്ളൂ. അല്ലെങ്കിൽ ദ ഗുഡ് തിങ് ഇസ് ദാറ്റ് ദേ ആർ സ്റ്റിൽ വില്ലിംഗ് ടു അസോസിയേറ്റ് വിത്ത് us. അപ്പം പോയാലും അവർ ഭയങ്കര വില്ലിംഗ് ആണ്. ഒരുപാട് ഇപ്പം അവർ പിന്നെയും നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഇനി എന്ത് വന്നാലും പ്ലീസ് കോൾ us എന്ന് പറയുന്നു. അതൊരു വലിയൊരു പോസിറ്റീവ് ഫാക്ടറാണ്. ഈവൻ ഞാൻ പറയുന്നില്ല, ആക്ടേഴ്സ് പോലും പലരും കോൺവെർസേഷനിൽ ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറയും. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ കോൺവെർസേഷൻ. അപ്പോൾ അതൊരു വലിയൊരു നമുക്കൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. വളരെ പ്രോഗ്രസീവ് ആയിരിക്കും, യൂത്ത് ഫ്രണ്ട്ലി ആയിരിക്കും, വളരെ പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കും. പക്ഷെ കൂടുതലും ഇറ്റ്സ് ഫ്രം എ മെൻസ് പോയിന്റ്. ഓക്കെ, സോ ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രോസസ്സ് നമ്മളാണ് ചെയ്യുന്നത്, അതാ പ്രശ്നം. അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഫീമെയിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹെൽപ്പ്. ഞാൻ ഈ ആവറേജ് അമ്പിളി ചെയ്യുമ്പോഴും ആദ്യത്തിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നതാണ്, അതായത് ആ പെർസ്പെക്റ്റീവ്. അപ്പോൾ ആദ്യത്തിൻ്റെ കൂടെ കോറേറ്റ് ചെയ്യാനൊക്കെ ആൾക്കാരുള്ളതിൽ ഫീമെയിൽസ് ഉണ്ടായിരുന്നു, അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി, ആ ഫീമെയിൽ പെർസ്പെക്റ്റീവ് നമുക്ക് അറിയാത്തുണ്ട്, മനസ്സിലായില്ല. അത് എനിക്ക് തോന്നുന്നു ആ ടീം മെമ്പേഴ്സായിട്ട് ഓൺ ബോർഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാനിതിൽ ആക്ച്വലി ആ സ്പേസും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ. അതായത് ആ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ചെയ്യിപ്പിക്കണം എന്നുള്ളത്. ഇപ്പോഴത്തെ പ്രോസസ്സിൽ അത് നടക്കുന്നില്ലെന്നേ ഉള്ളൂ. അത് നമ്മൾ ഡെലിബറേറ്റ്ലി മാറ്റി നിർത്തുന്നതല്ല. പക്ഷേ അത് ഇപ്പോഴത്തെ ഈ റാപ്പോയിൽ നമ്മൾ ഹ്യൂമർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ആലോചിച്ച് ഒരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ഇൻവോൾവ് ആവുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഇൻ ഫ്യൂച്ചർ ഡെഫിനറ്റ്ലി നമ്മളങ്ങനെ ചെയ്യാൻ തന്നെ ആയിരിക്കും ഉദ്ദേശം.